നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മണിപ്പൂർ വിഷയം കെട്ടടങ്ങില്ല എന്ന് ബോധ്യമായതോടുകൂടി പ്രധാനമന്ത്രിക്ക് അവിടെ സന്ദർശിക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ല. ഒന്ന് നോക്കണം, മണിപ്പൂർ ഭരിക്കുന്നത് BJP ആണ്. അവിടെയുള്ള കൂഗി മെയ്തി വിഭാഗക്കാർ തമ്മിലുള്ള ഈ വംശീയ കലാപം ഒരു രീതിയിലും കെട്ടടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് വാസ്തവത്തിൽ BJP തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ 2 സീറ്റുകളും BJPക്ക് നഷ്ടമായി. കോൺഗ്രസ് ആ 2 സീറ്റുകളും നേടിയെടുത്തു. BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മണിപ്പൂരിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ്. മറ്റേത് രാഷ്ട്രീയ അവസ്ഥയിലും രാഷ്ട്രപതി ഭരണം സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായനെ. പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു രീതിയിലും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ മോദി ശ്രമിക്കില്ല. കാരണം ബീരൻ സിംഗ് സർക്കാർ വീഴാതിരിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടി അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഉണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവ സ്ഥലത്ത് ചെല്ലുന്നില്ല, അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നില്ല? അതിന് BJP നേതൃത്വത്തിന് ഉത്തരമില്ല. BJPയുടെ ദേശീയ നേതാവായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ മണിപ്പൂരിലെ വിഷയങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ സഭയിൽ നോക്കിയപ്പോൾ സഭ പ്രക്ഷുബ്ധമായി. ഒരു കള്ളക്കളിയും നടക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി അമിത്ഷാ തടിയൂരി. മണിപ്പൂർ വിഷയം ഇപ്പോൾ അമിത്ഷായോട് ചോദിച്ചാൽ എന്ത് എന്ന് പോലും അറിയാത്ത മട്ടിൽ ഇരിക്കുകയാണ്. ദേശീയ നേതാക്കളിൽ പലർക്കും അന്താളിപ്പാണ്. വടക്കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ വമ്പൻ രീതിയിൽ നടക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആശ്വാസവാക്കുകളും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ഒക്കെയാണ് വലിയ തോതിൽ ആശ്വാസകരമായ ഒരു സാഹചര്യം ഉടലെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും വിജയിപ്പിച്ചെടുത്തത്. എന്നാൽ മണിപ്പൂർ ഭരിക്കുന്ന BJP അതിനകത്ത് ഉള്ള MLA മാർ നിരവധി പേർ രാജിവെച്ചിട്ടും ഇപ്പോഴും ബീരൻ സിംഗ് തന്നെയാണ് ഭരണം കൈയാളുന്നത്. മണിപ്പൂരിൽ ഏറ്റവും പ്രശ്ന സാധ്യതാ മേഖലകളെ കൂടുതൽ വിടക്കാക്കി തരിക്കാക്കാൻ വലിയ രീതിയിൽ അത് വഷളാവുമ്പോഴും അതിനെയൊന്നും കണ്ട ഭാവം പോലും നടിക്കാതിരിക്കാനുമുള്ള ശ്രമം എങ്ങനെ ബീരൻ സിംഗിന് കഴിയുന്നു? മെയ്തി വിഭാഗക്കാരോട് കൂടുതലായി കൂറ് കാണിച്ച് കൂഗി വംശജരെ ഒറ്റപ്പെടുത്താനുള്ള ബീരൻ സിംഗിൻ്റെ തന്ത്രങ്ങളാണ് ഇത് എന്നാണ് BJPയിൽ ഒരുപറ്റം ആളുകൾ പറയുന്നത്. BJPയിൽ തന്നെ അവിടെ തമ്മിൽ തല്ല് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല. വംശീയ കലാപം ദേശീയ ശ്രദ്ധ പിടിച്ചു കുലുക്കുമ്പോഴും അതിനെ ഒരു രീതിയിലും തല്ലിക്കെടുത്താൻ ഒരു ശ്രമവും നടക്കുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരും അവിടുത്തെ ബ്യൂറോക്രസിയും എല്ലാം കൃത്യമായും ഇരകളെ കൂടുതൽ വേട്ടയാടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ എന്തു ചെയ്യാനാണ്? BJP സർക്കാരിൻ്റെ കീഴിലുള്ള മണിപ്പൂരിൽ നീതി ലഭിക്കുമെന്ന് ഒരിക്കലും കരുതണ്ട എന്നാണ് സംഘടനാ നേതാക്കൾ പോലും തുറന്നടിക്കുന്നത്.